കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ച് നിക്കടി. ഇവിടെ ആർക്കെങ്കിലും സംശയം തോന്നിയ രണ്ടുപേരും ജീവനോടെ പുറത്തു കിടക്കില്ല. എനിക്കിതൊന്നും പറ്റുന്നില്ല ആന്റി. വേറെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാം. ഈ ഒരു കാര്യത്തിൽ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എന്താടി, ഇന്നലെ പറഞ്ഞതൊക്കെ അങ്ങ് മറന്നുപോയോ? പറഞ്ഞതൊക്കെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കണോ? അപ്പൊ നിന്റെ മോളെ നിനക്ക് വേണ്ടെന്നാ? കല്യാണിയമ്മയ്ക്ക് ഞാനൊരു ഫോൺ ചെയ്താ മതി. അടുത്ത നിമിഷം നിന്റെ മോൾ അവിടെ ശവമായിട്ട് വീഴും. ചെയ്യട്ടെ ഫോൺ? വേണ്ട ആന്റി, വേണ്ട. എന്റെ മോളെ ഇതിനിടയ്ക്ക് പിടിച്ചു നിർത്തി എന്നെ പേടിപ്പിക്കുന്നത് എന്തിനാ? എന്റെ മോളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇവിടെ ഒരു വലിയ കുടുംബത്തെ തകർത്ത പാപ എന്റെ തലയിൽ വന്ന് വീഴും. അത് ഞാൻ എങ്ങനെ സഹിക്കും? ഒപ്പം എന്റെ മോളെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. രണ്ടിലേത് നടന്നാലും ഇനി ജീവിതത്തിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നെക്കൊണ്ട് വയ്യ ആന്റി, പ്ലീസ് എന്നെ ഒന്നും മനസ്സിലാക്ക. മതിയടി, നിർത്ത്. നീ എത്ര പൂങ്കണ്ണീരൊഴുക്കിയാലും നിനക്കിതീന്ന് രക്ഷയില്ല. നിന്റെ മോളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ നീ ഇത് ചെയ്തേ മതിയാവൂ. കുറച്ചു കഴിയുമ്പോ കൊട്ടാരം വീട് ഇങ്ങോട്ട് എഴുന്നള്ളും. അപ്പോ വൈദേഹിയെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൊക്കിക്കൊള്ളാം. ഇടയിൽ കൂടെ നീ വേണം എങ്ങനെയെങ്കിലും അകത്ത് കയറി പറ്റാൻ. മനസ്സിലായോടി? ഞാൻ എങ്ങനെയെങ്കിലും വൈദേഹിയുടെ സ്ഥാനത്ത് കയറി പറ്റിക്കോളാം. പക്ഷെ വൈദേഹി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? എന്നോട് ആ സത്യങ്ങളും പറഞ്ഞൂടെ? ഒന്ന് പോടി. ആദ്യം നീ വൈദേഹിയുടെ സ്ഥാനത്ത് കയറി പറ്റി. ഭഗവാനെ, എന്റെ മോൾക്ക് വേണ്ടി ഇവിടെ ഒരു അമ്മയും മോളെയും വേർപിരിക്കാനും ഞാൻ നോക്കുന്നത്. എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ കാരണം ഈ കുടുംബത്തിന് ഒരു കേടും പറ്റാതെ നോക്കണേ ദൈവമേ. സൃഷ്ടിയും സംഹാരവും എല്ലാം ആ ഈശ്വരന്റെ തീരുമാനമാണ്. ഈശ്വരൻ തീരുമാനിച്ചാൽ പിന്നെ അതാർക്കും തിരുത്താനാവില്ല. മരണം വിളിച്ചാൽ പോകാതിരിക്കാനുമാവില്ല. നമസ്കാരം. നമസ്കാരം. എല്ലാരും സുഖായിരിക്കുന്നോ? ഈ രാജാവുള്ളപ്പോ പ്രജകൾക്ക് എന്തിന്റെ കുറവുണ്ടാകാനാ? ഞങ്ങളെ കുറിച്ചുള്ള ചിന്ത ഈ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയതിന് നന്ദിയുണ്ട്. നമ്മൾ എന്തിനാ അമ്മ ഇവിടേക്ക് വന്നേ? ഇത്രയും ദൂരം നീ പിടിച്ചു നിന്നില്ലേ? ഇനി അകത്തോട്ട് കയറി നേരിട്ട് കണ്ടാ മതി. വാ മോളെ. നടക്കുമോളെ. കയറിക്കോ. എന്താ ഇതൊക്കെ? വീട് മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് എന്താ വിശേഷം? ദേവേട്ടാ, ദേവേട്ടാ. ഹലോ. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. അമ്മേ, അച്ഛാ, അച്ഛാ, സുഖമായിട്ടിരിക്കുന്നോ? അമ്മേ, അമ്മയ്ക്ക് സുഖമല്ലേ? മോളെ, നിനക്ക് സുഖമല്ലേ? സുഖമായിരിക്കുന്നു. ദേവേട്ടാ, ഇതാണോ ദേവേട്ടൻ പറഞ്ഞ സർപ്രൈസ്? സാമ്പ്രാണിത്തിരി. അച്ഛനും ഞങ്ങളുടെ കൂടെ അകത്തേക്ക് വാ. അമ്മയും വാ. നടക്കുവാ ഇതേ. അച്ഛനും അമ്മയും വാ.
വരൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇതൊക്കെ? Happy birthday to you. Happy birthday to you. Happy birthday to you, dear. Happy birthday to you. 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 May the Lord bless you. May the Lord bless you. May the good God bless you, dear. Happy birthday to you. ഇന്നെന്റെ എന്റെ പിറന്നാളാണോ? അതെ മോളെ, ഇത്രയും നാളും നിന്നെ കിട്ടിയ ദിവസമായിരുന്നു പിറന്നാൾ ആഘോഷിച്ചത്. ഇപ്പൊ നിന്റെ അമ്മ പറഞ്ഞറിഞ്ഞു മോളെ, ഇന്നാണ് നിന്റെ ജന്മദിനമെന്ന്. അതാ ഇങ്ങനൊരു ആഘോഷം. വൈദേഹി, എന്തിനാ മോളെ കരയുന്നത്? അച്ഛാ, കരയരുത് മോളെ, ഇത് കരയേണ്ട സമയമാണോ? കരയില്ലേ? പിറന്നാളായിട്ട് ആരെങ്കിലും കരയോ? നീ കേക്ക് കെട്ടിയേ. അച്ഛാ, എന്റെ അച്ഛനമ്മ ആരാണെന്ന് ചോദിച്ച എന്റെ മനസ്സിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം തെളിയ. എനിക്കിത് ഒരു പുനർജന്മം കിട്ടിയതുപോലെ അച്ഛ. എന്നാൽ എന്നും എന്റെ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങനെ മാറ്റി നിർത്തരുത്. എന്നെ അന്യായിട്ട് കാണരുത് അച്ഛ. എനിക്ക് എന്നും എന്റെ അച്ഛന് വേണം. മോളെ, കരയാതിരിക്ക. നീ എന്നും എന്റെ മൂത്ത മോള് തന്നെയാ, അതിലൊരു മാറ്റമില്ല. ഏതോ തെരുവോരത്ത് കിടന്നുണ്ടായ അനാഥ പുഴുവാണെന്ന് കരുതിയിട്ട് അവളിപ്പൊ കൊട്ടാരത്തിലെ മരുമോളായിന്ന് മാത്രല്ല അവിടുത്തെ രാജകുമാരിയുമായി. എന്റെ ശ്രേയമോൾക്ക് കിട്ടേണ്ട ഭാഗ്യമല്ലായിരുന്നോ? എന്റെ ശ്രീരാമ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവളെ പഴയ പോലെ അനാഥയാക്കിയിട്ട് എന്റെ ശ്രേയമോളെ ഇവിടുത്തെ രാജകുമാരിയാക്ക്. ആഘോഷിച്ചാനന്ദിക്ക്. നിന്റെ അവസാനത്തെ പിറന്നാൾ ആഘോഷം ഇത്. ജന്മദിനം തന്നെ ചരമദിനമായിട്ട് ആഘോഷിക്കാൻ നിനക്ക് മാത്രമേ ഭാഗ്യം കിട്ടൂ. മോളെ വൈദേഹി, മോളുടെ ഈ ജന്മദിനത്തിൽ തന്നെ
നമ്മുടെ ഈ അക്ഷയപാത്രം ഫൗണ്ടേഷന്റെ ഉദ്ഘാടന ചടങ്ങോട് നടത്താൻ പോവാ. അവിടെ നിത്യവും അന്നദാനവും വസ്ത്രദാനവും വിദ്യാദാനവും ഉണ്ടായിരിക്കും. വിധവകൾക്കും അഗതികൾക്കും ആശ്രയം നൽകാൻ ഒരു ആശ്രമവും നിർമ്മിക്കും. ഇന്ന് അതിന്റെ ശിലാസ്ഥാപനവും കൂടെ നടത്തും, മോളുടെ ഈ പിറന്നാളിന്റെ അന്ന് തന്നെ. എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ അച്ഛാ? മോളേക്കാൾ കൂടുതൽ യോഗ്യത ഈ കുടുംബത്തിൽ മറ്റാർക്കാണുള്ളത്? കാലങ്ങളായി എനിക്ക് നഷ്ടപ്പെട്ട ശാന്തമ്മയെ തിരിച്ചു തന്നത് നീയാ. ഇന്നിവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി സന്തോഷിക്കാൻ കാരണക്കാരിയും മോളാ. മോനെ ദേവാ, വൈദേഹിയെ കൊണ്ട് കേക്ക് കെട്ടിയേ. ആയിക്കോട്ടെ ചാ. Happy birthday to you. 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 എന്നാ പിന്നെ ഇനി എല്ലാരും കുറച്ചു നേരത്തേക്ക് റെസ്റ്റ് എടുത്തോളൂ. അത് കഴിഞ്ഞ് അക്ഷയപാത്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങാണ്. നമ്മുടെ ദേവന്റെ കൈകൊണ്ട് അത് ചെയ്യിക്കാൻ പോകുന്നത്. ഇത് അക്ഷയപാത്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് അല്ലടാ വർമ്മേ. ഇന്നത്തോടെ നിന്റെ കുടുംബത്തിന്റെ സന്തോഷം തകർന്നു മണ്ണടിയാൻ പോവുക. ഇന്നുവരെ എന്റെ പിറന്നാളിന് ആരെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവളുടെ പിറന്നാളിന് കേക്ക് മുറിക്കുന്നു, ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുന്നു. ഇവളെന്താ വല്ല എലിസബത്ത് മഹാറാണിയുടെ കൊച്ചുമോളോ? ഏയ്, എന്ത് തോന്നിയ സടേ ഇത്? കണ്ണു കണ്ടൂടെ നിനക്ക്? എന്തേ ഇത്രയും സൗന്ദര്യമുള്ള നിനക്ക് കണ്ണു കണ്ടൂടെ? നോക്കി നടന്നാ പോരെ? അത് ശരി, അത്രയ്ക്കായോ നീ? എന്നോടൊരു വാക്ക് പറയാൻ ഭർത്താവ് പോലും 100 വിട്ട് ആലോചിക്കും. നീ ആരാടാ? നീയോ വരണേ? നീ എന്താ ഇങ്ങോട്ട് വന്നത്? എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്ന്? ശാന്തി ചെറിയമ്മ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടാ നിന്റെ കഥ കഴിയും. ആ പേടിയും കൊണ്ട് നടന്ന എത്ര നാളെ ഇങ്ങനെ വഴിയോർത്ത് കഴിയാ? ഇന്നാ ശാന്താദേവിയുടെ കഥ കഴിക്കാനാ ഞാൻ വന്നത്. ഭ്രാന്ത്
ഭ്രാന്താണോടോ നിനക്ക്? അമ്പലത്തിൽ വെച്ച് കൊല്ലാൻ വേണ്ടി ഏതോ ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു. ഇപ്പൊ എല്ലാരും കൂടി അവളെ പിടിക്കാൻ നടക്കുക. അവളെങ്ങാനും കയ്യിൽ കിട്ടിയാല് അതോടെ തീരുവല്ല. നിന്നെ പിടികൂടിയ എന്നെ അതിന്റെ പുറകെ അവര് പിടികൂടില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലുന്നേ? ഇപ്പതേ എല്ലാരും ഉള്ളിടത്തേക്ക് സ്വയം കേറി വന്നിരിക്കുന്നു. തൽക്കാലം നീ ശാന്താദേവിയുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. എന്നാ പിന്നെ നിന്റെ കെട്ടിയോനെങ്ങോ കൊന്നകട്ടെ. പറഞ്ഞ മനസ്സിലാവില്ലേ? നീ എന്തൊക്കെയായി പറയുന്നെന്ന് വല്ല വിവരമുണ്ടോ നിനക്ക്? അയ്യോടാ, ഭർത്താവിനോട് കൊടുക്കുന്ന സ്നേഹമാണല്ലേ? ആടിപൊളി. നീ നിന്റെ കെട്ടിയോനെയും കെട്ടിപ്പിടിച്ച് അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ ഞാനിങ്ങനെ വഴിയോരത്തും കടത്തിണ്ടേലും കിടന്ന് ഉറങ്ങണോ അല്ലേ? ഞാൻ സന്തോഷിക്കുന്നുണ്ടെന്നാണോ പറയടാ? ഞാൻ അവിടെ സന്തോഷിക്കുന്നുണ്ടോന്ന്? അവിടെ സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തിനാടാ നിന്റെ പുറകെ നടക്കുന്നത്? അങ്ങനെയാണല്ലേ? എന്നാ പിന്നെ നിന്റെ അജയനങ്ങ് പറഞ്ഞയച്ചേക്കാടി. നീ എന്റെ കൂടെ പൊറുക്കാൻ പോരെ? അല്ലെങ്കിൽ പിന്നെ ഇന്നത്തോടെ ശാന്താദേവിയുടെ കഥ തീർക്കാം. ഞാൻ അകത്തേക്ക് വന്നേക്കാന്നേ. ഏതെങ്കിലും ഒന്ന് ഇന്ന് നടന്നേ പറ്റൂ. ആലോചിച്ചിട്ട് പറഞ്ഞു. ഉമേ, നീ വൈദേഹി കണ്ടായിരുന്നോ? ഏയ്, ശാന്ത ചെറിയമ്മ വരുന്നുണ്ട്, നീ പോയിക്കോ. പോകാൻ കൃത്യസമയത്ത് അവര് വന്നത്. വരട്ടെ, ഇവിടെ വെച്ച് തന്നെ അവരെ തീർത്തേക്കാം. വരുന്നുണ്ട് അവര്. ഇവിടെ എത്തുന്നത് അവരെ കൈപിടിച്ചെങ്കിൽ വലിച്ചിട്ടേക്ക്. ഞാൻ അവരെ അങ്ങ് തട്ടിയേക്കാം. എനിക്കിതൊന്നും പറ്റില്ല. കാല് പിടിക്ക, ഒന്ന് ഇവിടുന്ന് പോയിട്ടാ വരണേ. എന്നാ പിന്നെ നിന്റെ അജയനെ അങ്ങ് തട്ടിയേക്കട്ടെ. വേണ്ട, ഇവളെ എന്ത് വേണേലും ചെയ്തു. പക്ഷെ അത് ഇവിടെ വെച്ച് വേണ്ട, പുറത്തെവിടെങ്കിലും വെച്ച് മതി. വല്ല അബദ്ധവും പറ്റിയ രണ്ടുപേരും പിടിക്കപ്പെടും. പോടാ. ഊർമിളെ, നീ വൈദേഹി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അയ്യോ ഇല്ല ചെറിയമ്മ, ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ, അടുക്കളയുടെ അടുത്തെങ്ങാനും. ആ നോക്ക്. ശരി. ഗോഡ്, പോയില്ലട പ്രാന്ത. ഇവന്റെ കൂടെ നിന്ന് എന്റെ ചീട്ടും കീറും. തൽക്കാലം ഇവന്റെ കൂടെ ഒരു പരിപാടിയും വേണ്ട. ഹലോ മാഷേ, എന്തിനാ വാതിലിന് കുറ്റിയിട്ടെ? പട്ടാപ്പകല് ഇതുപോലെ വാതിലും തുറന്നു വെച്ചോണ്ട് ഭാര്യയായിട്ട് പഞ്ചാരി അടിക്കുന്നത് മറ്റുള്ളവർ കണ്ട വളരെ മോശമല്ലേ? പഞ്ചാരി അടിയോ? ഇപ്പോഴോ? നാണല്ലേ ദേവേട്ടാ? ദേവേട്ടനൊന്ന് പുറത്തു. ഒന്നടങ്ങന്റെ മോളെ. പിറന്നാളിന്റെ അന്ന് നിന്റെ ദേവേട്ടന് അതെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് തന്നൂടെ? ഇപ്പൊ എന്നെ ശല്യം ചെയ്യരുതേ. പോയേ, പോയി പ്ലീസ്. പോവാനല്ലേ പറഞ്ഞു. പോയേ. പോ ദേവേട്ടാ. മേഘപാളികളെ സാക്ഷിയാക്കി, നനുത്ത മന്ദമാരതിനെ കുടയാക്കി, മാനത്ത് നറുനിലാവെല്ലാം കണ്ടു നിന്നപ്പോഴില്ലാത്ത നാണം ഇപ്പോഴെന്തിനാടി? അത് കാടല്ലായിരുന്നോ? ഞാനും ദേവേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അമ്മയും അച്ഛനും ഊർമിളേച്ചിയും ബന്ധുക്കളും പണിക്കാരും ഒക്കെ ഉണ്ട്. ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ ദേവേട്ടാ? പ്ലീസ് ഒന്ന് പോ ദേവേട്ടാ. ആര് വേണമെങ്കിലും കണ്ടോട്ടെ, എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. ഇന്നെനിക്ക് വേണ്ടത് നീ തന്നില്ലെങ്കിൽ മോളെ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല.